എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു. ഈ ലോകസുഖം കള്ളിയ ആ ഭാഗ്യം കണ്ടെത്തോ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയും രാജൻ ദുഃഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 24-ാം സങ്കീർത്തനം 10-ാം വാക്യം. മഹത്വത്തിൻ്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. യുദ്ധവീരനായ യഹോവ സൈന്യങ്ങളുടെ യഹോവയാണ്. ശത്രു സൈന്യനിരകളുമായുള്ള നിരന്തര പോരാട്ടത്തിൽ ഇസ്രായേലിൻ്റെ സംരക്ഷകനായിരിക്കുന്നത് യഹോവയാണ്. യുദ്ധവിജയങ്ങൾ നൽകുന്നത് യഹോവയാണ്. ഇപ്പോൾ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ പെട്ടകം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ കഴിക്കപ്പെടുന്ന ആരാധനയും അനുഷ്ഠാനങ്ങളും ദൈവത്തിൻ്റെ ഉടമസ്ഥതയെയും സർവാധികാരത്തെയും വ്യക്തമാക്കുന്നു. സിയോനെ തൻ്റെ അധിവാസ സ്ഥലമായി തിരഞ്ഞെടുത്ത് ആലയം സ്ഥാപിക്കുകയും ശത്രു ഭീഷണികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവ മഹത്വവാനാണ്. ഈ മഹത്വത്തെ അംഗീകരിക്കുന്നവർ ജീവിതത്തിൻ്റെ ധാർമ്മികതയിൽ അത് വ്യക്തമാക്കുന്നു. പ്രിയ സ്നേഹിതരെ, സൈന്യങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന ആത്യന്തിക ഭരണാധികാരിയും ശക്തനുമായ പരമാധികാരി എല്ലാ മഹത്വത്തിനും യോഗ്യനായ ഏക രാജാവാണ്. എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരവും ദൈവത്തിനാണ്. അവനാണ് മഹത്വത്തിൻ്റെ രാജാവായി ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യേണ്ടത്. ഈ സങ്കീർത്തനം അതിനായി നമ്മെ ഒരുക്കുന്നു. പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ രാജാവായി നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.